ഹായ് ഗായ്സ്, വെൽക്കം ടു കാസർഗോഡ് ടൈച്ച ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ധനുഷ്കോടിയിലാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് ധനുഷ്കോടി ഇന്ത്യയിൽ തെക്കേ അറ്റത്തുള്ള ഒരു കോസ്റ്റ് ടൗണാണ്. ഇത് രാമേശ്വരം ദ്വീപിൻ്റെ അവസാനമാണ് ഉള്ളത്. ഇവിടെ ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേർന്നുള്ള ഒരു സമുദ്രമാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ധനുഷ്കോടി ഒരു കാലത്ത് വളരെ സജീവമായ ഒരു പട്ടണമായിരുന്നു. ഇവിടെ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ചർച്ചുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 1964 രാമേശ്വരം സൈക്ലോൺ എന്ന വലിയ ചുഴലിക്കാറ്റ് കാരണം ധനുഷ്കോടിയെ പൂർണ്ണമായി നശിപ്പിച്ചു. എന്നിട്ട് അവിടെ ഒരു ട്രെയിൻ, പമ്പം ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ കടലിൽ ഒലിച്ചുപോയി. അതിനുശേഷം ഈ സ്ഥലം ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിച്ചു. പിന്നെ ലോർഡ് രാമൻ ലങ്കയിലേക്ക് പോകാൻ ഇവിടുന്ന് പാലം നിർമ്മിച്ചതായിട്ടും വിശ്വാസമുണ്ട്. ഇതിനെ രാമസേതു എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ധനുഷ്കോടിയിലാണ്. ഇന്ത്യയുടെ അവസാനത്തെ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര നല്ല ചൂടായിരുന്നു അവിടെ. ഉച്ചയ്ക്ക് സമയമാണ് അവിടെ ഞങ്ങൾ എത്തിയത്. അപ്പോൾ ചൂട് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഏറ്റവും നല്ല സമയം രാവിലെ വൈകുന്നേരമാണ്. പിന്നെ വേറെന്ന് പറയാനുള്ളത് വെള്ളം, സൺസ്ക്രീൻ ഇവ എന്തായാലും കൊണ്ടുവരണം. പിന്നെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, 6 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യുന്നതാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഉള്ളത് ധനുഷ്കോടിയിലാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഇന്ത്യയിലെ റൗണ്ട് ബോട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കാണുന്നത് സ്കൂളിൽ നിന്നും ഗ്രൂപ്പായിട്ട് വന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ ഒരു ചുറ്റും ആ ഒരു റൗണ്ട് ബോട്ടിൻ്റെ അവിടെ മേലെ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു ചെറിയ കുട്ടികളാണ്, അവരുടെ ടീച്ചർമാർ അവരുടെ കൂടെയുണ്ട്. കുറേ കുട്ടികൾ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ ഭയങ്കര അതിശയമായി, അവർക്ക് ഭയങ്കര കൗതുകമായി. ഞങ്ങളൊരു സഞ്ചാരി ആയിരുന്ന പക്ഷേ ആ ചെറിയ കുട്ടികളെ അവരുടെ ഒരു പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അല്ലാതെ തന്നെ അവിടെ കുറേ ആൾക്കാർ കറങ്ങാൻ വേണ്ടിയിട്ട് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകവും അതുപോലെ ആശ്ചര്യവും മനസ്സിൽ നിറഞ്ഞു. അങ്ങനെ ധനുഷ്കോടിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് യാത്ര പോവുകയാണ്. ഇവിടുത്തെ ഇത്രയോളം മനോഹരമായ കാഴ്ചകൾ. അപ്പുറത്തുനിന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ശ്രീലങ്കയ്ക്ക്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വരുന്ന വഴിയിൽ ഒരു ചേച്ചി അവിടെ നിന്ന് ശംഖ് ഊതിയിട്ട് സെയിൽ ചെയ്യുന്നത് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ ആശ്ചര്യമായി. പിന്നെ ഇവിടുന്നാണ് പഴയ 1969 പണിത അമ്പലങ്ങളും ചർച്ചുകളും പിന്നെ മെഡിക്കൽ കോളേജുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് അടുത്തതായി ഞങ്ങൾ പോകുന്നത്. വരുന്ന വഴിയിൽ വെച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത്. പക്ഷേ വരുന്ന വഴിയിൽ വെച്ച് മംഗലാപുരത്തുള്ള 3 കൂട്ടുകാരെ എനിക്ക് കിട്ടി. അപ്രതീക്ഷിതമായിട്ട് ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. വളരെ നല്ല ഒരു ഹോസ്പിറ്റാലിറ്റിയും നല്ല ഫ്രണ്ട്സും ആയിരുന്നു അവർ കിട്ടിയത് തന്നെ ലൈഫിലെ ഒരു ഭാഗ്യമെന്ന് പറയാം. തനിച്ചുള്ള യാത്രകൾ ചിലപ്പോൾ പല ആൾക്കാരെയും എല്ലാവരെയും കണ്ടുമുട്ടും. ചിലർ നമ്മുടെ കൂടെ വരും, ചിലർ നമ്മളെ വിട്ട് പിരിയും. അപ്പോൾ ലൈഫിൽ യാത്രകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകാനും അതുവഴി ഒട്ടേറെ നമുക്ക് ഒരു പുതിയ ധാരണകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ ജീവിതം നമുക്ക് കുറേ കൂടെ മനോഹരമാവുകയും നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമ്മൾ നേരിട്ട് കാണുകയും അവരോടൊട്ട് സംസാരിക്കുമ്പോൾ
അത് ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് ലൈഫിൽ ഇങ്ങനെ ചെയ്യുന്നത്. വളരെ ഞാനിപ്പോൾ രാമേശ്വരത്താണുള്ളത്. 1964 5 ലക്ഷം പേരുണ്ടായിരുന്നു ഇവിടെ. ഒരു ദിവസം കൊണ്ട് എല്ലാവരും സുനാമി വന്ന് കാലിയായി. 5 പ്രാവശ്യമാണ് ഇവിടെ സുനാമി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ടൂറിസ്റ്റ് സ്പോട്ടായത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. അവിടെ നാടൻ കടലിൽ സൈഡ് അടുത്തായത് കൊണ്ട് അവിടുത്തെ അത്യാവശ്യം നല്ല ഫിഷ് വിഭവങ്ങൾ അവിടുന്ന് കിട്ടും. ഈ കടയിലുള്ള ചേട്ടന് കടൽ നീന്തി പണ്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചും മുന്നോട്ട് മടങ്ങി. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.